ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നത് എന്താ വെച്ചാൽ നമ്മുടെ പ്രിയങ്ക ചോപ്രൻ്റെ വൈറലായിട്ടുള്ള ഒരു ഫേസ് പാക്കുമായിട്ടാണ്. ഫേസ് പാക്കല്ല, ബോഡി സ്ക്രബുമായിട്ടാണ്. അപ്പോൾ നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് അപ്ലൈ ചെയ്യാം, എന്നിട്ട് എന്തെങ്കിലും ചേഞ്ച് ഫീൽ ചെയ്യാൻ നോക്കാം. പക്ഷെ ആൾ ഉണ്ടാക്കി നോക്കിയപ്പം ഇട്ട് നോക്കിയതിന് ശേഷം അപ്പം തന്നെ സഡനായിട്ടൊരു ചേഞ്ച് ഫീൽ ചെയ്തു. അപ്പോൾ ആ ഒരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്യുമെന്ന് നോക്കാം. കാരണം എനിക്ക് അത്യാവശ്യം ടാൻ അടിച്ചിരിക്കുകയാണ് കൈയൊക്കെ. അപ്പം നമുക്ക് ആദ്യം ഒന്ന് ഉണ്ടാക്കിയിട്ട് പിന്നെ നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം, എന്നിട്ട് നമുക്ക് റിസൾട്ട് നോക്കാം. ഓക്കെ, ഇനി ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കടലപ്പൊടിയാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ തൈരും, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് സാൻഡൽവുഡ് പൗഡറും, പിന്നെ കുറച്ചൊരു മിൽക്കും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൽ ലെമണും കൂടെ ആഡ് ചെയ്യണേ. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പം ചിലവർക്ക് ലെമൺ ഒന്നും പറ്റില്ല, അപ്പോൾ അതൊന്ന് കൺഫേം ആക്കിയതിന് ശേഷം നമ്മൾ ലെമൺ ആഡ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ എന്തായാലും ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതായിട്ട് കുറേ വീഡിയോ ഉണ്ട്, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഈ കയ്യിലാണ് ഇട്ട് നോക്കുന്നത്. എന്നിട്ട് നമുക്ക് ഫേസിലൊന്നും അപ്ലൈ ചെയ്യുന്നില്ല, കയ്യിലിട്ടിട്ട് വരാം. കയ്യിലെങ്ങനെ ഇപ്പിട്ടോ? ഓക്കെ, ഓക്കെ. ഈ ഒരു കയ്യിൽ മാത്രമേ നമ്മൾ ഇട്ട് നോക്കിയിട്ടുള്ളൂ. അപ്പോൾ ഈ കയ്യിലിട്ടിട്ട് നമുക്കിതൊന്ന് ഡ്രൈ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഇത് ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുടച്ച് നോക്കാം എങ്ങനെ റിസൾട്ട് എന്നിട്ട് 2 കൈയും കൂടെ. മഞ്ഞ കളറായോ? പോകുന്നില്ലല്ലോ. ഞാനതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം, തുടച്ചിട്ട് പോകുന്നില്ല. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മൾ പാക്ക് റിമൂവ് ചെയ്ത് വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് കാണണ്ടേ? ഓക്കെ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഡിഫറൻസ്, കണ്ടോ? 2 കൈ തമ്മിലുള്ള അവിടെ നോക്കണ്ട, ഇതും ഇവിടെയും തന്നെ നോക്ക്, കണ്ടോ ഡിഫറൻസ് ഇല്ലേ? നല്ല മാറ്റമുണ്ട്. അതിനർത്ഥം ഇത് വർക്കിംഗ് ആണ്. എല്ലാവർക്കും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം നല്ല മാറ്റമുണ്ട്, ടാന് മാറുന്നുണ്ട് എന്നാണ് എനിക്ക് റിസൾട്ട് അങ്ങനെയാണ് കിട്ടിയത്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. പിന്നെ ഇത് എന്തെങ്കിലും ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. പിന്നെ അതിന് മുന്നേ കയ്യിലൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഫേസിലൊക്കെ ഇടുന്നതായിരിക്കും ബെറ്റർ. അല്ലാണ്ട് ചാടി കയറി ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം എന്തെങ്കിലും പറ്റിയാൽ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മുന്നേ ടെസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പം അതുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഓക്കെ, ഷെയർ ചെയ്യണം, ദെൻ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.